സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. പലർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണ്. അക്ഷരമാല അറിയുന്നുണ്ടാവില്ല, കൂട്ടി വായിക്കാൻ അറിയുന്നുണ്ടാവില്ല, വൊക്കാബുലറി അത്ര ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഹിന്ദിയിൽ വരാറുണ്ട് അല്ലേ. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമായിട്ട് മിസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ഓരോ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദി അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ആക്കാൻ പറ്റും എന്നുള്ളത് അല്ലേ. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ അക്ഷരമാല പഠിക്കലായിരുന്നു. അത് മക്കളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അക്ഷരമാല കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ കാക്ക, കിക്കി, കുക്കു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും പിന്നെ വേറെ കുറേ വാക്കുകളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കാനൊക്കെ മക്കൾക്ക് സാധിക്കും. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, വാക്കുകൾ പഠിക്കുക അല്ലേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കിയിട്ട് ഓരോ വാക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് എത്ര മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്ര നമ്പേഴ്സ് പഠിക്കുക, ഫ്രൂട്ട്സിൻ്റെ പേര് പഠിക്കുക, മൃഗങ്ങളുടെ പേര് പഠിക്കുക, അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അല്ലേ, പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഹിന്ദിയുടെ അതിൽ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഓരോന്നായിട്ട് പഠിക്കുക, എഴുതി പഠിക്കണം കേട്ടോ. ഇതൊക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് വൊക്കാബുലറി സെറ്റ് ആക്കാം. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യലാണ് അല്ലേ. സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കാൻ പറ്റണം അല്ലേ. അതിൽ നിന്നും എന്താണ്, സഖ്യ, സർവനാം, വിഭക്തി പ്രത്യയം, ക്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് ഹിന്ദിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഉള്ളത്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സർവനാം എന്ന് പറഞ്ഞ സംഭവമാണ്. പേരൊന്നും കേട്ട് ആരും പേടിക്കേണ്ട. എന്താണ് സർവനാം എന്താണ് എന്നുള്ളത് കൃത്യവും വ്യക്തമായിട്ട് ആക്കി തരാം. നമുക്ക് ഇത് പഠിച്ചേ പറ്റൂ. ഹിന്ദിയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, ഈ സർവനാം എന്ന് പറയുന്ന ആള്. അപ്പോൾ നമുക്ക് എന്താണ് സർവനാം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇംഗ്ലീഷിൽ മക്കൾ പഠിച്ച സാധനമാണ് പ്രോനൗൺ എന്ന് കേട്ടിട്ടില്ലേ. പ്രോനൗണിനാണ് നമ്മൾ സർവനാം എന്ന് പറയുന്നത്. മിസ് ഒരു എക്സാമ്പിൾ പറയാൻ നോക്കാം. ഞാൻ പറയുകയാണ്, എന്താണ്, എൻ്റെ പേര് സ്നേഹ എന്നാണ്. സ്നേഹ കോഴിക്കോട് നിന്ന് വരുന്നു. സ്നേഹ അത് ചെയ്യുന്നു, സ്നേഹ ഇത് ചെയ്യുന്നു. ഞാൻ ഈ സ്നേഹ എന്ന് പറയുന്ന ഈ വാക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നും അല്ലേ. അപ്പം അതിന് പകരം ഞാൻ എന്ത് പറഞ്ഞു, എൻ്റെ പേര് സ്നേഹ, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചു അല്ലേ. അതായത് എൻ്റെ പേരിന് പകരം എൻ്റെ നൗൺ, അതിന് നമ്മൾ നൗൺ എന്ന് പറയില്ലേ, പേരൊരു നൗൺ ആണല്ലേ. ആ നൗണിന് പകരമായിട്ട് ഞാൻ എന്ത് ഉപയോഗിച്ചു, ഞാൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചു. അതേപോലെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സാധനത്തിൻ്റെ പേരറിയില്ല. ഇത് അറിയാത്ത സമയത്ത് ഞാൻ എന്ത് പറയും, ഇത് അല്ലെങ്കിൽ ഈ സാധനം എന്ന് പറയില്ലേ, അത് അല്ലെങ്കിൽ ആ സാധനം എന്നൊക്കെ പറയില്ലേ. ഒരാളുടെ പേര് അറിയില്ലെങ്കിൽ നമ്മൾ അവൻ, അവൾ എന്നൊക്കെ ഉപയോഗിക്കും. ഇങ്ങനെയുള്ള സംഭവം ഇല്ലേ. അതായത് പേരറിയാത്തപ്പോൾ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരറിയാത്തപ്പോൾ, നൗൺ അറിയാത്തപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കില്ലേ, ഞാൻ, അവൾ, അവൻ, ഈ, ഇത്, നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സർവനാം. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയുന്നു, പ്രോനൗൺ എന്ന് പറയുന്നത് സിമ്പിൾ സാധനമാണ്. ഹിന്ദിയിൽ ഒരുപാട് പ്രോനൗണുകൾ വരുന്നുണ്ട്, ഒരുപാട് സർവനാമങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പഠിക്കണോ, വേണ്ട. മക്കൾ കുഞ്ഞു മക്കളാണ്, എന്ത് ചെയ്താൽ മതി, ഒരു ഇച്ചിരിച്ചിരിയായിട്ട് പഠിച്ചു പോയാൽ മതി അല്ലേ. അപ്പം ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം. ഈ വെക്കേഷന് ഈ മാത്സിൽ നിങ്ങൾ ഗുണനപ്പട്ടികയൊക്കെ പഠിക്കുന്ന മാതിരി ഇതങ്ങ് ഇരുന്ന് പഠിച്ചോളാം. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നന്നായിട്ട് അങ്ങ് പഠിച്ചോളാം. ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പം സർവനാമങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സർവനാമം എന്താണ്, ഞാൻ എന്ന് പറയുന്നതാണ്. മേ എന്ന് വെച്ചാൽ എന്താ നോക്കിക്കേ, മാ ഇട്ട് 2 വര കുത്തിട്ടതിനാൽ അതെന്താണ്, ഞാനാണ്. പലരും വരുത്തുന്നൊരു മിസ്റ്റേക്ക് മിസ് ഇതിൽ പറയട്ടെ, നോക്കാം. മാ ഇട്ടിട്ട് 1 വര കുത്തിട്ടാൽ അതിൻ്റെ അർത്ഥം ഇൽ എന്നാണ്. ഇത് മക്കൾക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന സാധനമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മാറിപ്പോകും. ഓക്കെ, ഇനി തെറ്റിക്കാൻ പാടില്ല. ഈ വീഡിയോയോട് കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു തെറ്റ് പരിഹരിക്കുകയാണ്. എന്താണ്, മേ എന്ന് പറയുന്നത് 1 വര കുത്തിട്ടതിനാൽ അത് ഇല്ലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കിക്കേ, പേടുമേ. ഓക്കെ, പേടുമേ എന്ന് വെച്ചാൽ എന്താണ്, മരത്തിൽ എന്നുള്ള അർത്ഥം അല്ലെ, മരത്തിൽ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, സൈലമ്മ എന്ന് വെച്ചാൽ എന്താണ്, സൈലത്തിൽ. കോഴിക്കോടുമേ എന്ന് വെച്ചാൽ കോഴിക്കോടിൽ. കൊല്ലമ്മ എന്ന് വെച്ചാൽ കൊല്ലത്തിൽ. ഇൽ എന്നുള്ള അർത്ഥമാണ് മായിട്ട് 1 വര കുത്തിട്ടാൽ. ഓക്കെ, അത് ജസ്റ്റ് നമ്മൾ ഒരു അറിവിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള അവിടെ എന്താണ്, ഞാൻ എന്നുള്ളതിന് നമ്മൾ മേ എന്നാണ് പറയുന്നത്. അത് പഠിച്ചു മക്കള്, എഴുതി പഠിച്ചോണം. ഈ കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ട്, നമുക്കറിയില്ല, അതിൻ്റെ പേരൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഈ സാധനം, ഇത്, ഇവൾ, ഇവൻ എന്നൊക്കെ പറയില്ലേ. ഒരാള് അടുത്ത് നിൽക്കുന്നുണ്ട്, ഒരു സാധനം അടുത്താണെന്നുള്ള കാര്യം ആലോചിക്കണം. ഇത്, ഇവൾ, ഇവൻ എന്നൊക്കെ പറയില്ലേ. മലയാളത്തിൽ നോക്കിക്കേ, ഇത്, ഇവൾ, ഈ, ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകളുണ്ട്. ഇതിനൊക്കെ നമ്മൾ ഹിന്ദിയിൽ ഒറ്റ വാക്കേ ഉപയോഗിക്കുന്നുള്ളൂ. അതൊരു കാര്യത്തിൽ നല്ലൊരു സംഭവം അല്ലേ. നോക്കിക്കേ, ഒറ്റ വാക്കേ ഉള്ളൂ. ഒറ്റ വാക്ക് പഠിച്ചാൽ മതിയല്ലോ അല്ലേ. എന്താണ്, യഹ് എന്നാണ്. എന്താണ്,
യഹ് ഒറ്റ ഒരാളാണ് എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. അടുത്താണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇനി അടുത്ത് ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്ന് മക്കൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇവർ എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും? ഇവ എന്നൊക്കെ പറയില്ലേ. ഒരുപാട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് യേ എന്ന് പറയുന്നത്. യേ, യഹ്, പിന്നെന്താ നമ്മൾ പഠിച്ചത്? ഞാൻ. ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ സെറ്റാക്കിയേ. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് എഴുതി പഠിച്ച് സെറ്റാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത കുറച്ച് ആൾക്കാരാണ് എന്ത്? വഹ്, വേ, ഹം എന്നൊക്കെ പറയുന്നത്. എന്താന്ന് പഠിക്കാം. യഹ് നമ്മൾ പഠിച്ചെന്താണ്? അടുത്ത് ഒരാൾ നിൽക്കാണ് അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ യഹ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇനി നോക്ക, ദൂരെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഒരു സാധനം നിൽക്കുന്നത് ദൂരെയാണ് കേട്ടോ. ദൂരെയാണെന്നുള്ള കാര്യം ആലോചിക്കുക. ഒരു സാധനം അല്ലെങ്കിൽ ഒരാളാന്നുള്ള കാര്യം ആലോചിക്കാം. ദൂരെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ സാധനം അല്ലെങ്കിൽ അവൻ, അവൾ എന്നൊക്കെയല്ലേ നമ്മൾ ഉപയോഗിക്കാം. അതിന് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് വഹ് എന്ന് പറയുന്നത്. എന്താണ് വഹ് എന്ന് പറയുന്നത്? അത്, ആ, അവൻ, അവൾ എന്നുള്ളതിനൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുക? വഹ് എന്ന് പറയുന്ന പേരാണ്. സുഖമായില്ലേ? ഇനി നോക്കണം കേട്ടോ. അങ്ങ് ദൂരെ ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുന്നതാണ് അവ എന്ന് പറയും, അല്ലെങ്കിൽ അവർ എന്ന് പറയും അല്ലേ. അതിന് നമ്മൾ എന്തുപയോഗിക്കും? വേ എന്ന് പറഞ്ഞ ശബ്ദമാണ്. ദൂരെയാണെന്നുള്ള കാര്യം ആലോചിക്കുക, ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. അതിന് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? വേ എന്നാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? വേ എന്നാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം പഠിച്ചു. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ്? നമ്മൾ, വി, നമ്മൾ എന്നുള്ളതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക? ഹം എന്നാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുക. ഹം, ഹം ലോഗ്, ഹം എന്നാണ് ഉപയോഗിക്കുക. തെറ്റിപ്പോവാനൊന്നുമില്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മേ പഠിച്ചു, വഹ് പഠിച്ചു, വേ പഠിച്ചു, യഹ് പഠിച്ചു, യേ പഠിച്ചു അല്ലേ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 3 ആൾക്കാരും കൂടി ഉണ്ട്. ഈ 3 ആൾക്കാരെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങളൊരു സാധനം കാണും. നോക്കിക്കേ, ഇംഗ്ലീഷിൽ ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. യു. യു എന്ന് പറഞ്ഞ വാക്കിനാണ് നമ്മൾ ഇത്രയും വാക്കുകൾ പറയുന്നത് അല്ലേ. നോക്കി, തു, തും, ആപ് എന്നൊക്കെ 3 തരത്തിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഹിന്ദിയിൽ നമ്മൾ പലപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണിത് കേട്ടോ. നോക്കാം, മിസ് പറയാണ്, മിസ്സിന് ചെറിയതായിട്ട് ഒരാളുണ്ടെങ്കിൽ എനിക്ക് എന്ത് വിളിച്ചാൽ മതി? അത്ര റെസ്പെക്റ്റ് ഒന്നും എനിക്ക് കൊടുക്കണ്ട. എന്നേക്കാൾ ചെറുതാണെങ്കിൽ എനിക്ക് എന്ത് കൊടുത്താൽ മതി? തൂ എന്ന് വിളിച്ചാൽ മതി. എന്നേക്കാൾ ചെറിയ ഒരാളാണെങ്കിൽ ഞാൻ തൂ എന്ന് വിളിച്ചാൽ മതി ഹിന്ദിയിൽ. ഓക്കെ, എൻ്റെ ഈക്വൽ ആയിട്ട് ഒരാളുണ്ടെങ്കിൽ ഞാൻ അവരെന്താണ്? നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ആയിട്ട് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരാളുണ്ടെങ്കിൽ തും എന്ന് എനിക്ക് വിളിക്കാം. ഈ എന്നെക്കാളും വലിയ ഒരാൾ, എനിക്ക് റെസ്പെക്റ്റ് ഒരുപാട് കൊടുക്കേണ്ട ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ അവരെ എന്താ വിളിക്കേണ്ടത്? ആപ്പ് എന്നാണ് വിളിക്കേണ്ടത്. എന്താണ്? ആപ്പ് അല്ലേ. നമ്മൾ റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ ഒരാൾ പണിയെടുക്കാൻ വന്നു, ഇപ്പം പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ഹിന്ദിക്കാരൻ പണിയെടുക്കാൻ വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താ പെട്ടെന്ന് ചോദിക്കുക? തുമാരാ നാം ക്യാ ഹേ എന്നാണ് ചോദിക്കുക അല്ലേ. അങ്ങനെ ചോദിക്കരുത്. നമ്മൾ കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് റെസ്പെക്റ്റോട് കൂടി വേണം പെരുമാറാൻ വേണ്ടിയിട്ട് അല്ലേ. അത് ആരാണെങ്കിലും. അപ്പൊ നമ്മൾ ഇനി മുതൽ നമ്മളൊന്ന് ചേഞ്ച് ആക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചോദിക്കാൻ പോകുന്നത്? ആപ്കാ നാം ക്യാ ഹേ എന്ന് ചോദിക്കാം. ആപ്കാ നാം ക്യാ ഹേ, ആപ്പ് എന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് റെസ്പെക്റ്റോട് കൂടി നമുക്ക് സംസാരിക്കാം അല്ലേ. അപ്പൊ ഈ ഒരു 3 ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. തു, തും, ആപ്പ്, പിന്നെന്താ പഠിച്ചത്? മേ, യഹ്, യേ, വഹ്, വേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. ഇതാണ് നമ്മുടെ സർവ്വനാമകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് ഹിന്ദിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ ആപ്പിൽ നമ്മൾ ഇതിലും കൂടുതൽ എടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അക്ഷരമാല മുതൽ, മക്കൾക്ക് ബേസ് ഇല്ലാത്ത മക്കളാണെങ്കിൽ ബേസ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എന്ത് തുടങ്ങുള്ളൂ? നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പൊ ഇനിയും നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, ഇനിയും കൺഫ്യൂഷൻ അടിച്ച് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, വേഗത ഒന്ന് താഴെ കാണുന്ന നമ്പറിലേക്കൊക്കെ ഒന്ന് വിളിച്ചോളാം. ഒന്ന് വിളിച്ചാൽ മതി, അപ്പം തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ജോയിൻ ചെയ്യാം അല്ലേ. അപ്പൊ നിങ്ങളെല്ലാവരും എന്താണ് നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ആപ്പിൽ കാണാം. ഓക്കെ, ബൈ.